أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 938 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. രണ്ട് ആളുകളുടെ അല്ലെങ്കിൽ രണ്ടാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപമയാണ് അള്ളാഹുവയുടെ വിവരിക്കുന്നത്. ഒരു ഉദാഹരണം, രണ്ടാളുകൾ, അവരിൽ ഒരാൾക്ക് അള്ളാഹു 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകുകയുണ്ടായി. ആ മുന്തിരിത്തോട്ടങ്ങളുടെ ചുറ്റുപാടുമായി ഈത്തപ്പന വൃക്ഷങ്ങളും അവയ്ക്കിടയിലായിട്ട് വിളകളും തോട്ടങ്ങൾക്കിടയിലൂടെയായി അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഒക്കെയാണ് അവിടെ വരച്ചു കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം. 2 തോട്ടങ്ങളും അതിലോരോന്നും വളരെ സമൃദ്ധമായി ഫലം ഉൽപ്പാദിപ്പിച്ചു. ഒരു കുറവും ഉണ്ടായില്ല. വളരെ ആകർഷകമായ ഒരു ചിത്രം, വളരെ മനോഹരമായ ഹൃദയഹാരിയായ ഒരു കാഴ്ച അതിന്റെ ഉടമക്ക്, അതുപോലെ അതിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന വിധത്തില് എല്ലാറ്റിന്റെയും തികവ് തോന്നുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഈ കാര്യമാണ് അവിടെ വിവരിക്കപ്പെട്ടത്. രണ്ടാളുകളിൽ ഒരാൾക്കാണ് അള്ളാഹു വളരെ അനുഗ്രഹപൂരിതമായ 2 തോട്ടങ്ങൾ നൽകുകയുണ്ടായ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. വക്കാന ലഹു സമറു, അതിന്റെ വിളവ്, അതിന്റെ പെരുമയുള്ള ഏറെ ലാഭം കൊയ്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിളവ് നൽകുകയുണ്ടായി. വക്കാന ലഹു സമറു, അവന് വലിയ ലാഭം, അതുകൊണ്ട് ഫലസമൃദ്ധി അതിൽ നിന്ന് അവന് നേടാനായി. സമർ എന്ന് പറയുന്നത്
ഫലം പ്രത്യക്ഷത്തിൽ അതിന്റെ റൂട്ട് മീനിങ് പഴവർഗ്ഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ ഇതേ വാക്കിൽ നിന്നാണ് ഇസ്തിസ്മാർ എന്ന വാക്കൊക്കെ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇസ്തിസ്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്തെങ്കിലും സംരംഭത്തിൽ പണം മുടക്കി ലാഭം ഉണ്ടാക്കുന്ന ആ പ്രക്രിയക്കാണ് ഇസ്തിസ്മാർ എന്ന് പറയുന്നത്. സമർ എന്ന വാക്കിന്റെ വേറൊരു രൂപമാണ് ആ വാക്ക്. അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്ന വക്കാന ലഹു സമർ, അയാൾക്ക് അതിന്റെ നേട്ടമുണ്ടായി, അല്ലെങ്കിൽ അയാൾക്ക് വലിയ ഫലം കൊയ്യാനായി, വലിയ ലാഭമുണ്ടായി എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ആ സമൃദ്ധമായി തികവാർന്ന കാഴ്ചയായിട്ട് അനുഭവപ്പെട്ട ആ രണ്ട് തോട്ടങ്ങൾ, അത് വക്കാന ലഹു സമറും, അതിന്റെ ഫലം അയാൾക്ക് ആർജിക്കാനായി വലിയ ഫലസമൃദ്ധി അത് കാഴ്ചവെക്കുകയുണ്ടായി. കാലലി സാഹിബി, ആ ഒരവസ്ഥയിൽ അയാൾ തന്റെ കൂട്ടുകാരനായ രണ്ടാമത്തെ ആളോടായിട്ട് പറഞ്ഞു, വഹുവ യുഹാവിറുഹു, അദ്ദേഹം മറ്റാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പറയുന്നത്, അന അക്സറു മിൻക മാലം വ അഅസ്സു നഫറ, ഞാൻ നിന്നേക്കാൾ സമ്പത്തുള്ളവനും ആൾബലമുള്ളവനുമാണ് എന്നാണ് ഈ തോട്ടത്തിന്റെ ഉടമ അയാളുടെ കൂട്ടുകാരനോടായിട്ട് പറയുന്നു. നിന്നേക്കാൾ മാലുള്ളവൻ, സമ്പത്തുള്ളവൻ, അതുപോലെ ആൾബലമുള്ളവൻ, സന്താനങ്ങളെയും കൂടെ എന്തിനും പിന്തുണയായിട്ട് ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ വലിയ ഫഖ്റോടുകൂടി ഇയാള് സഹോദരനോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ്. ഒന്ന്, അയാളുടെ സാമ്പത്തികമായ ഭദ്രത, ഇതാണ് സൂചിപ്പിക്കുന്നത്. മാലുണ്ട്, സമ്പത്തുണ്ട്, നിന്നെക്കാൾ ഞാൻ സമ്പന്നനാണ്, അതേപോലെ തന്നെ ആൾബലമുണ്ട്. ആൾബലം പഴയ കാലത്ത്, പ്രത്യേകിച്ച് ഗോത്ര സംസ്കൃതിയൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ ക്രമത്തില് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെയുള്ള ആളുകളുടെ എണ്ണം എടുത്തു പറയുന്നൊക്കെ പോലെ ജനപിന്തുണ അല്ലെങ്കിൽ ഓരോ പാർട്ടിയിലുമുള്ള ആളുകളുടെ ജനബാഹുല്യം ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ സ്വാധീനവും കരുത്തും അധികാരവും ഒക്കെ ചൂണ്ടിക്കാണിച്ച് പലരും സംസാരത്തിൽ വലിയ നിഗളിപ്പ് കാണിക്കുന്നതിന് നമുക്ക് കാണാൻ കഴിയും. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ സംഘടനകളോ കൂട്ടായ്മകളോ ഒന്നും അല്ല ഉള്ളത്. ഗോത്രങ്ങളാണ് സമൂഹത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന, നിർണയിച്ചിരുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ശക്തി എന്നൊക്കെ പറയാവുന്നത് ഇത്തരത്തിലുള്ള ഗോത്രങ്ങളും കുടുംബ കൂട്ടായ്മയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കരുത്തുള്ള ധാരാളം അംഗങ്ങളുള്ള ആ ആളുകൾ, ആണുങ്ങൾ പ്രത്യേകിച്ചുള്ള ഗോത്രങ്ങള് ആൾബലത്തിന്റെ പേരിൽ അറിയപ്പെടുക. അത് ആളുകളുടെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിന്റെ ബാർഗൈനിങ് നിർണയിക്കുന്ന വലിയൊരു ഘടകമാണ്. ഞങ്ങളോടൊപ്പം ഇത്ര പോരാളികളായിട്ട് അല്ലെങ്കിൽ എന്തിനും സജ്ജരായ യോഗ്യരായ ഇത്ര ആളുകളുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സംസാരം നടത്തുക എന്നത്, ആൾബലം, അത് സംസാരിക്കുന്ന ആളുടെ കുടുംബത്തിലെ അംഗസംഖ്യ ഉദ്ദേശിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ഒരു സംരംഭത്തിനൊക്കെ മുതിരുമ്പോ അതിന് പിന്തുണ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പോരാട്ടമൊക്കെ വേണ്ടി വരുമ്പോ അത് വിജയമാക്കി മാറ്റാനോ ഒക്കെ കഴിയുന്ന വിധത്തിൽ പോരാടാൻ കഴിയുന്ന മല്ലന്മാരും യോഗ്യന്മാരും ഒക്കെ ആയ ആളുകൾ. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇയാള് കൂട്ടുകാരനോട് പറയുന്നത്. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഫഖാലലി സാഹിബിഹി, തന്റെ കൂട്ടുകാരനോടായിട്ട് അയാൾ പറഞ്ഞു, വഹുവ യുഹാവിറുഹു, അയാള് ആ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാര മധ്യേ പറഞ്ഞത് ഇങ്ങനെയാണ്,
അന അക്സറു മിൻക മാലം വ അഅ്സു നഫറ. ഞാൻ നിന്നെക്കാൾ സമ്പത്തുള്ളവനും ആൾബലമുള്ളവനുമാണ്, കൂടെ നിൽക്കാൻ ആളുള്ളവനുമാണ്. ഇത് ഒരു ഔദത്യത്തിന്റെ പറച്ചിലാണ്. അതില് ഒരു അഹന്ത അടങ്ങിയിട്ടുണ്ട്, അതേപോലെ ഒരു വിസ്മൃതിയുമുണ്ട്. സമ്പത്തും സന്താനങ്ങളും ഒക്കെ തന്നെ അള്ളാഹു തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളാണ് എന്ന ഏറ്റുപറച്ചിൽ അതിലില്ല. അത് മറന്നുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റുപറയുന്ന ആ വിനയൻ കാണിക്കല്, ആ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാട് പ്രകടമാക്കല് ഈ സംസാരത്തിലില്ല. അത് എന്റെ പ്രയത്നം കൊണ്ടും എന്റെ പരിശ്രമം കൊണ്ടും എന്റെ സാമർഥ്യം കൊണ്ടും ഒക്കെ നേടിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്വരം ഈ സംസാരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അനാക്സറു മിൻക മാലം വ അഅ്സു നഫറ. നിന്നെ പോലെയല്ല ഞാൻ, ധാരാളം സമ്പത്തുണ്ട്, ആൾബലമുണ്ട്, അതിനൊക്കെയുള്ള സാമർഥ്യം എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ട സാമർഥ്യവും ആസൂത്രണവും ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്റെ വലിയ നേട്ടമാണ്, എന്റെ വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ടൊക്കെ ഉള്ളതാണ് എന്നുള്ള ഒരു സ്വരം വരുന്ന വിധത്തിലാണ് ഈ സംസാരം. വദഖല ജന്നതഹു. അതിനെ തുടർന്ന് അയാള് തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. വഹുവ ളാലിമുൻ ലിനഫ്സിഹി. അവൻ തന്നോട് തന്നെ അക്രമം ചെയ്യുന്നവനായിക്കൊണ്ടാണ് തോട്ടത്തിൽ പ്രവേശിക്കുന്നത്. ഇവിടെ ദുൽമ എന്താണെന്നുള്ളത് തൊട്ടു മുമ്പുള്ള ആയത്തിൽ നിന്ന് വ്യക്തമാണ്. ആത്മദ്രോഹം ചെയ്തവനായിക്കൊണ്ടാണ് അയാള് തന്റെ തോട്ടത്തിൽ പ്രവേശിക്കുന്നത്. ആത്മദ്രോഹം എന്താണ് എന്നത് ഈ ആയത്തിൽ പറയുന്നില്ല, അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യത്തിൽ വ്യക്തമാണ്. ഏത് നേട്ടത്തിന്റെയും എന്ത് വിജയമുണ്ടാകുന്നതിന്റെയും പുറകില് അള്ളാഹുവിന്റെ സഹായമാണ്, പിൻബലമാണ്, ദൈവിക കാരുണ്യമാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വിവേകമുള്ള മനുഷ്യന്, സ്വബോധമുള്ള മനുഷ്യന് സാധിക്കേണ്ടതാണ്. അത് സ്വന്തം നേട്ടമാണ് എന്ന വിധത്തിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്ന ആള് സ്വന്തത്തോട് തന്നെ, സ്വന്തം ആത്മാവിനോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. കാരണം ഏത് ആത്മാവും അതിന്റെ സ്വച്ഛമായ ശാന്തമായ ഒരവസ്ഥയില് ഉണ്ടാവുക ആ ആത്മാവിനെ സൃഷ്ടിച്ച റബ്ബിന് വിധേയപ്പെടുമ്പോഴാണ്. ആ റബ്ബിന് വിധേയപ്പെടാതെ, ആ റബ്ബിനെ പരാമർശിക്കാതെ, ആ റബ്ബിനോട് വിധേയത്വം കാണിക്കാതെ ഒരാള് നിലകൊള്ളുന്നുവെങ്കിൽ അതിന് ആ ആത്മാവിനെ നിർബന്ധിതനാക്കിയ അല്ലെങ്കിൽ അതിനിടയാക്കിയ ആ വ്യക്തി യഥാർത്ഥത്തില് അയാളോട് തന്നെയാണ് വലിയ ദ്രോഹം ചെയ്തിട്ടുള്ളത്. ഇവിടെ ആത്മദ്രോഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം എളിമ പ്രകടിപ്പിച്ചുകൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയത്വം പരസ്യമാക്കി കാണിച്ചുകൊണ്ട് തന്നെ നിലപാടെടുക്കുന്നതിന് പകരം ഇത് സ്വന്തം നേട്ടമാണ് എന്ന നിലക്ക് നിഗളിപ്പോടുകൂടി അതിനെ പരാമർശിക്കലാണ് ഇവിടെ ആത്മദ്രോഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഭൗതിക ലോകത്ത് അള്ളാഹുവോ പ്രവാചകനോ പാരത്രിക ജീവിതമോ ഒന്നും വിഷയമല്ലാത്ത ആളുകളുടെ ലോകത്ത് ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ കണക്കില്, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇത് വളരെ കടുത്ത ഒരു അക്രമമായിട്ടാണ് ഖുർആൻ അതിനെ പരാമർശിക്കുന്നതും അതിന്റെ ആഖിബത്തിനെ കുറിച്ച് വിവരിക്കുന്നതും ഒക്കെ തന്നെ. പലപ്പോഴും ആദ്യമായിട്ട് ഖുർആന്റെ ജ്ഞാന സമ്പത്തുമായി വലിയ ബന്ധമില്ലാത്ത, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ വേണ്ട വിധത്തിൽ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകള് ആദ്യമായി ഖുർആൻ വായിക്കുമ്പോൾ ഇതിലിപ്പോ ഇത്ര വലിയ സംഭവം എന്താണ് ഇരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കാം. പക്ഷെ മനുഷ്യന്റെ നില എന്ത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട്
സ്വന്തം റബ്ബിന് വഴിപ്പെടാത്ത, സ്വന്തം റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരാള് ഏറ്റവും വലിയ ആത്മദ്രോഹിയായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന വസ്തുത ഖുർആൻ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തില് പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾ തന്റെ തോട്ടത്തിൽ പ്രവേശിക്കുകയാണ്. വദഖല ജന്നതഹു, എങ്ങനെയാണ്? വഹുവ ളാലിമുൻ ലിനഫ്സി, സ്വന്തം ആത്മാവിനോട് ദ്രോഹം ചെയ്തവനായിക്കൊണ്ടാണ് അയാള് ആ തോട്ടത്തിൽ പ്രവേശിക്കുന്നത്. അത് വേറെ പ്രകടമായ ദ്രോഹമൊന്നും ആവില്ല. അത് ഈ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് വിധേയത്വം, അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ശുക്ർ ഒക്കെ കാണിക്കുന്നവനായി നിലകൊള്ളുന്നില്ല. അതൊക്കെ തന്റെ നേട്ടമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കലാണ് ഈ ആത്മദ്രോഹം എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തോട്ടത്തിൽ പ്രവേശിച്ച സമയത്ത് അയാൾ പറയുകയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ നിറവുള്ള, സമൃദ്ധിയുള്ള, തികവുള്ള ആ തോട്ടത്തിന്റെ മനോഹരമായ ആ കാഴ്ച കണ്ടുകൊണ്ട് അയാള് പറയുന്നത് ഇങ്ങനെയാണ്, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതെന്നെങ്കിലും ഇല്ലാതായി പോവും, ഇതെന്നെങ്കിലും നശിച്ചു പോകും, ഇതിൽ നിന്നുള്ള ഗുണം എനിക്ക് കിട്ടുന്നത് എന്നെങ്കിലുമൊക്കെ അവസാനിച്ചോ തീർന്നൊക്കെ പോകും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. മാ അളുന്നു, ഞാൻ കരുതുന്നില്ല, അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന്, എന്നെങ്കിലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം അത്രയും ഭദ്രമായ വിധത്തിലാണ് ഈ തോട്ടങ്ങൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ജലസേചനം നൽകപ്പെടുന്നത്, അതിന്റെ ആസൂത്രണമൊക്കെ അത്രയും ഗംഭീരമായ, ഫുൾ പ്രൂഫ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഈ തോട്ടങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെങ്കിലും ഇത് നശിച്ചു പോകും, ഇത് ഫലം നൽകാതായി പോകും എന്ന ആശങ്ക എനിക്കില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇത് തോട്ടത്തിന്റെ കാര്യത്തിൽ ചിലപ്പോ നമുക്ക് വളരെ ബാലിശമായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം പല വേരിയബിൾസിനെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ് കൃഷിയും കൃഷിയിൽ നിന്നുള്ള നേട്ടങ്ങളും ഒക്കെ തന്നെ. എന്നാൽ ഇതേ സംസാരം നമ്മൾ ഒരു സംരംഭം, ഒരു വ്യവസായ സംരംഭം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങുമ്പോൾ പലപ്പോഴും ഒരു ആലോചനയും ഇല്ലാത്തവരായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. അതിനെ പലപ്പോഴും നമ്മൾ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പേരിട്ട് വിളിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് മനുഷ്യന്റെ അള്ളാഹുവിനെ തിരിച്ചറിയാത്ത അവസ്ഥയിലുള്ള നിഗളിപ്പിന്റെ ഒരു പ്രകടനം. ഒരു സംരംഭം വളരെ ആസൂത്രിതമായി വേണ്ട വിധത്തില് അതിന്റെ എല്ലാ അബദ്ധ സാധ്യതകളെയും ഒക്കെ അടച്ച് പഴുതടച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തിന്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അതിന്റെ പെരുമയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം ടൈറ്റാനിക് എന്നുള്ള കപ്പല് സംബന്ധമായിട്ടുള്ള കഥ. വലിയ അഹന്തയോടുകൂടി, വലിയ അവകാശവാദങ്ങളോട് കൂടിയൊക്കെയാണ് അത് വെള്ളത്തിൽ ഇറക്കി, അല്ലെങ്കിൽ അതിന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര വലിയ ദുരന്തം, ചരിത്രത്തിലെ തന്നെ എടുത്തു പറയാവുന്ന ദുരന്തമായിട്ട് അത് മാറി എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളോടൊക്കെ വാഹനത്തിലേറി യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാചകമുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നാണ് ആ പ്രാർത്ഥന. ഞങ്ങൾക്ക് ഈ വാഹനം ഒരുക്കി തന്ന റബ്ബ് ഏറെ പരിശുദ്ധനാണ്, ഞങ്ങൾക്കത് സ്വയമേവ സാധിക്കുമായിരുന്നതായിരുന്നില്ല എന്നാണ് അവര് ഓരോരുത്തരും ഏറ്റു പറയുന്ന വാചകം. നമുക്ക് ഒരു വാഹനം ഉണ്ടായതും അത് നമുക്ക് നിയന്ത്രണ വിധേയമായി കിട്ടിയതും
ഇത് രണ്ടും തന്നെ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നതാണ് എന്ന് ഏറ്റുപറയലാണത്. സ്റ്റിയറിംഗ് വീൽ ആദ്യമായിട്ട് കയ്യിൽ പിടിക്കുന്ന ഒരാൾക്ക് അറിയാം അത് എത്ര പ്രയാസകരമാണ്. അതിനെ നിയന്ത്രിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തില് അതിന്റെ ദിശ നിർണയിച്ച് വേഗത നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നത് എത്ര വെല്ലുവിളി നിറഞ്ഞതാണ് എന്നത് സ്റ്റിയറിംഗ് വീൽ ആദ്യമായിട്ട് കൈ പിടിക്കുന്ന ആൾക്കറിയാം. ഇതിനേക്കാൾ പ്രയാസകരമോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ വെല്ലുവിളി നിറഞ്ഞതോ തന്നെയാണ് ഒരു കുതിര സവാരിക്ക് ഒരുങ്ങുന്ന ഒരാൾ ആദ്യമായിട്ട് കുതിരയുടെ മേലേറിയിട്ട് അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്. ഇതെങ്ങനെ സാധിക്കും? ഈ കുതിരയെ ഞാൻ ഉദ്ദേശിച്ച വിധത്തിൽ നിയന്ത്രിച്ച് എനിക്ക് വേണ്ട വിധത്തിൽ എങ്ങനെ ഇതിനെ പ്രയോജനപ്പെടുത്താം എന്നത് വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയിരിക്കുമ്പോൾ ഒരാൾക്ക് അനുഭവപ്പെടുക. ഒരു സംശയവുമില്ല. അപ്പൊ ഇത് രണ്ടും, ഇത് വിമാനമായാലും കപ്പലായാലും അല്ലെങ്കിൽ റോഡിലോടുന്ന വാഹനമായാലും ഒക്കെ തന്നെ ഇത് നമുക്ക് കീഴ്പ്പെട്ടതായി, നമുക്ക് നിയന്ത്രണ വിധേയമാക്കി തന്ന ഒരു റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംഗതിയുടെ പേരിൽ റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന, ഖുർആനും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ തോട്ടത്തിന്റെ കാര്യത്തില് സമൃദ്ധിയുടെ, നിറവിന്റെ, തികവിന്റെ ഒരു പ്രതീകമായിട്ട് തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ തോട്ടത്തെ നോക്കി കണ്ടുകൊണ്ട് അത് തന്റെ ആസൂത്രണ മികവാണ്, കഴിവാണ്, നേട്ടമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നത് മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല എന്നാണ്. അപ്പൊ തോട്ടം നിൽക്കുന്ന സ്ഥലം, ആ മണ്ണിന്റെ, ആ ഭൂപ്രദേശത്തിന്റെ സുരക്ഷിതത്വം, അവിടെ ഉണ്ടാകാനുള്ള പ്രകൃതിപരമായ ഭീഷണികള്, കാലാവസ്ഥ കാരണമായിട്ടുണ്ടാകാവുന്ന പ്രാതികൂല്യങ്ങള്, ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ഭദ്രമായിട്ടാണ് ഈ തോട്ടം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ഈ ആളുടെ നിരീക്ഷണത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു ആശയം. അപ്പൊ ഇതെന്തെങ്കിലും നശിച്ചു പോകും എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അത്രയും സേഫാണ്, അത്രയും വെൽ പ്ലാൻഡ് ആണ് സംഗതി എന്ന വിധത്തിലാണ് ഇയാൾ പറയുന്നത്. മാത്രമല്ല തുടർന്ന് അയാൾ പറയുന്നത് കുറച്ചുകൂടി അഹന്തയും കുറച്ചുകൂടി ബുദ്ധിശൂന്യതയും പ്രകടമാക്കുന്ന ഒരു വാചകമാണ്. വമാ അളുന്നു സാഅത ഖായിമ, എന്നെങ്കിലും അന്ത്യസമയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്ത്യനാൾ അല്ലെങ്കിൽ ലോകാവസാനം എന്നെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വലഇൻ ഉദിത്തു ഇലാ റബ്ബി, ഇനി ഞാൻ എന്റെ നാഥന്റെ അടുക്കലേക്ക് മടക്കി അയക്കപ്പെടുന്നുവെങ്കിൽ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, അങ്ങനെയാണെങ്കിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മടക്കം ഞാൻ അവിടെ കാണുക തന്നെ ചെയ്യും. ഇതാണ് അയാൾ തുടർന്ന് പറയുന്ന ഒരു കാര്യം. ഈ മനുഷ്യന്റെ നിലപാടില് ഒന്ന്, സാഴത്തിൽ ഇയാൾക്ക് വിശ്വാസം ഇല്ല എന്നതാണ് പ്രകടമാവുന്ന ഒരു കാര്യം. അന്ത്യനാളുണ്ട് എന്നത്, അന്ത്യസമയമുണ്ട് എന്ന ഒരു കാര്യം ഇയാൾക്ക് വിശ്വാസമില്ല. അതിനുശേഷം തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹാജരാക്കപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു, അക്കൗണ്ടബിലിറ്റിയുടെ ഒരു സമയം വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ചും ഇയാൾക്ക് വേണ്ടത്ര ബോധ്യമില്ല. അത് ഒരു പക്ഷേ ഈ സംഭവത്തിലെ രണ്ടാമത്തെ ആളുടെ ബോധ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഇയാൾ ഇവിടെ നടത്തുന്നത്. ഇനി അഥവാ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുക തന്നെയാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതിയിലേക്കാണ് തിരിച്ചയക്കപ്പെടുക എന്നാണ് കരുതുന്നത് എന്നാണ് ഇയാൾ ഇവിടെ പറയുന്നത്. അപ്പോ ഈ തോട്ടങ്ങള് എന്നെങ്കിലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ അന്ത്യസമയം എന്നൊരു സംഗതി ഉണ്ട്, അത് സംഭവിക്കും, അത് സംജാതമാകും എന്നതും ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ നിങ്ങളൊക്കെ പറയുന്ന പോലെ
അങ്ങനെ ഒരു അന്ത്യസമയം ഉണ്ടാവുകയും ഞാൻ എന്റെ നാഥന്റെ അടുക്കലേക്ക് നിങ്ങൾ പറയുന്ന പോലെ തിരിച്ചയക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെയും എനിക്ക് മോശമുള്ള സംഗതിയൊന്നും ആവാനിടയില്ല. അപ്പോ നമ്മളെ മലയാളി ഗരിമയുടെ ഒരു പദം അല്ലെങ്കിൽ ഒരു വാചകം കടമെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഏതാ മോൻ എന്ന ഒരു നിലപാടാണ് അയാൾക്ക് സംസാരത്തിൽ വരുന്നത്. ഇനി അഥവാ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയാണെങ്കിൽ തന്നെ അതിനൊക്കെ വേണ്ട അവിടെ ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ട സാമർഥ്യമൊക്കെ എനിക്കുണ്ട്. എനിക്കത് നേടാൻ കഴിയും. എന്റെ അവസ്ഥ ഇവിടുത്തതിനേക്കാൾ മെച്ചമായിരിക്കും അവിടെ എന്നതാണ് ഈ ആള് നിഗളിപ്പോടുകൂടി പറയുന്ന കാര്യം. ഇത് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത് കുഫറിന്റെ ഒരു മാനസികാവസ്ഥയാണ്. നിഷേധത്തിന്റെയും നന്ദികേടിന്റേതുമായ ഒരു മനോഘടനയാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ഈ സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഇന്ന് 3 ആയത്തുകൾ വായിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ ബാക്കി ഭാഗം തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ വായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ വിവരിക്കപ്പെട്ട ഭാഗത്തിന്റെ സൂചനകൾ, ഈ മനുഷ്യൻ രണ്ടാളുകളില് ഒരാൾക്ക് അള്ളാഹു 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകുകയുണ്ടായി. ആ മുന്തിരിത്തോട്ടങ്ങളുടെ ചുറ്റുമായിട്ട് ഈത്തപ്പന വൃക്ഷങ്ങള് സമൃദ്ധിയുടെ അടയാളങ്ങളായിട്ടുണ്ട്. 2 തോട്ടങ്ങൾക്കിടയിലായിട്ട് വിളകളുണ്ട്. ആ തോട്ടങ്ങൾക്ക് ജലം നൽകുന്ന വിധത്തിൽ, അതിനെ ഉള്ളതാക്കി നിലനിർത്തുന്ന വിധത്തില് അവയ്ക്കിടയിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അങ്ങനെ അത് സമൃദ്ധി വെളിപ്പെടുത്തുന്ന ഫലം കായ്ച്ച് നിറവിന്റെയും തികവിന്റെയും ഒക്കെ ഒരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ചയായി മാറിയ ഒരു ഘട്ടത്തിലാണ് അയാൾ അല്പം ഔദത്യത്തോടു കൂടി കൂട്ടുകാരനോട് പറയുന്നത്, നിന്നെക്കാളും ഒക്കെ സാമ്പത്തിക ശേഷിയും ആൾബലവും ഒക്കെ ഉള്ളത് എനിക്കാണ് എന്നാണ് അയാൾ പറയുന്നത്. ഈ എനിക്കാണ് എന്ന ഊന്നലുണ്ടല്ലോ, ഞാനാണ്, എന്റെ നേട്ടമാണ്, എന്റെ സാമർഥ്യമാണ്, എന്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, എന്നൊക്കെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ടൊക്കെയുള്ള സംസാരം, അത് കുഫ്റാണ്. അത് നന്ദികേടാണ്, ദൈവനിഷേധവുമാണ്. ആ ഒരു കുഫറിന്റെയും ലുൽമിന്റെയും മനസ്ഥിതിയോട് കൂടിയാണ് ഇയാൾ തോട്ടത്തില് പ്രവേശിച്ചുകൊണ്ട് ഒരു ആത്മനിർവൃതിയിൽ പറയുന്നത്, ഇതെന്നെങ്കിലും നശിച്ചു പോകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്രയും സുസജ്ജമായ ഗംഭീരമായിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ തോട്ടങ്ങൾ. ഇതെന്നെങ്കിലും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഒരു അന്ത്യനാളുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ ഒരു അന്ത്യനാളുണ്ട്, ഞാൻ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കി അയക്കപ്പെടുന്നുവെങ്കിൽ തന്നെ അതൊക്കെ എനിക്ക് അനുകൂലമായ, എനിക്ക് പറ്റിയ നല്ലൊരു മടക്കമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. ഞാൻ ഇവിടെയും തറവാട്ടുകാരനാണല്ലോ. ഇവിടെ തറവാട്ടുകാരനായതുകൊണ്ട് അവിടെയും എനിക്ക് മുന്തിയ പരിഗണന തന്നെയാണ് കിട്ടുക. ഇവിടെ ഇപ്പോ എന്റെ സ്ഥാനവും പദവിയും തറവാട്ട് മഹിമയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇപ്പോ എനിക്ക് ഈ വക സൗകര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അത് എന്നെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബ് എനിക്ക് അർഹിക്കുന്ന ഒരു പരിഗണന തന്നതാണ്. അതുപോലെയുള്ള ഒരു പരിഗണന എന്റെ റബ്ബിന്റെ അടുക്കൽ തിരിച്ചെത്തേണ്ടി വരികയാണെങ്കിൽ അവിടെ ഉണ്ടാവും. അതിലൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. തറവാട്ടുകാർക്ക് പരിഗണന കിട്ടുക തറവാടിത്തം അനുസരിച്ചാണ്. ഓരോരുത്തരുടെയും സ്ഥാനവും വലിപ്പവും മഹിമയും ഒക്കെ അനുസരിച്ചാണ് അവിടെ ചെന്നാലും പരിഗണന ഉണ്ടാവുക. ഇതാണ് ഈ മനുഷ്യൻ നിഗളിപ്പോടുകൂടി പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ ആയത്തുകളുടെ ചർച്ച ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. 1-2 പ്രതികരണങ്ങളോട് പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ പീസ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഒന്ന്, ഖുർആനിലെ സ്വർഗസങ്കല്പത്തിലും മറ്റു വർണ്ണനകളിലും ഈത്തപ്പനകൾ, മുന്തിരിത്തോട്ടം, അരുവികൾ തുടങ്ങിയ മരുഭൂമിയിൽ വസിക്കുന്നവർക്ക് മാത്രം ആകർഷകമായി തോന്നുന്ന കാര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നതാണ്. ഒന്നാമത്, ഇത് മരുഭൂമിയിൽ മാത്രം വസിക്കുന്ന ആളുകൾക്ക്
മരുഭൂമിയിൽ വസിക്കുന്ന ആളുകൾക്ക് മാത്രം ആകർഷകമായി തോന്നുന്ന ഒരു സംഗതിയല്ല. ഏത് മനുഷ്യന്റെയും മനസ്സിൽ ഒരു പാസ്റ്ററൽ എന്ന് പറഞ്ഞ ഒരു സ്വപ്നമുണ്ട്. കേരളമാണ് ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള ലോകത്ത് ഏറ്റവും പച്ചപ്പുള്ള ഹരിതാഭമായ ഒരു ഭൂപ്രദേശം, അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളിൽ ഒന്ന്. ഇവിടുന്ന് വിദേശത്തൊക്കെ പോയി കഠിനാധ്വാനം ചെയ്ത് കാശ് സമ്പാദിച്ചു വരുന്ന ആളുകള് പോലും കേരളത്തില് ഒരു സെറ്റിൽഡ് ലൈഫൊക്കെ ആരംഭിക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു സ്ഥലം വാങ്ങും. അത് വാങ്ങുന്നത് എപ്പോഴും ജലസമൃദ്ധിയുള്ള, സാധിക്കുമെങ്കിൽ ഒരു അരുവിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയായിരിക്കും. അതില് പച്ചപ്പും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന വിധത്തിലുള്ള ആസൂത്രണമാണ് അവര് ചെയ്യുക. അതില് അങ്ങനെയുള്ള ഒരു ഭംഗിയുള്ള വീടുണ്ടാക്കി ആ വിധത്തില് അങ്ങനെ ഒരു ഉദ്യാന സമാനമായ ഒരു സെറ്റിങ്ങില് ജീവിക്കുക എന്നുള്ള ഒരു സ്വപ്നമാണ് അവര് റിയലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അത് എത്രയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരം ആളുകളുടെ മനസ്സിലുള്ള ഈ പാസ്റ്റോറൽ ഡ്രീം ഒരുപക്ഷെ ഏദൻ തോട്ടത്തിലെ അവരുടെ ആദി മനുഷ്യന്റെയും ആദമിന്റെയും ഹവ്വയുടെയും ഒക്കെ വാസത്തിന്റെ ഒരു സ്മൃതി മനുഷ്യന്റെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പോലെ തോന്നിപ്പോകും. അത്രയും മനുഷ്യന്റെ മനസ്സ് ഈ പച്ചപ്പിനോട്, ഈ ഹരിതാപമായ ഈ പ്രകൃതി രമണീയമായ ഇടങ്ങളോട് മനുഷ്യ മനസ്സ് അങ്ങനെയുണ്ട് വല്ലാതെ അതിലേക്ക് തൂക്കമുള്ളതായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ എല്ലാവരുടെയും, നമ്മളുടെ ഈ ഹരിതാപമായ ഭൂപ്രദേശത്തു നിന്ന് പോകുന്ന ആളുകൾ പോലും അവർക്ക് പറ്റിയ ഒരു ഇടമായിട്ട് കണ്ടെത്തുകയും വിലക്ക് വാങ്ങുകയും അവിടെ താമസ സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പച്ചത്തുരുത്ത് സ്വപ്നം കണ്ടുകൊണ്ടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് മനുഷ്യ മനസ്സിന്റെ ഒരു വലിയ തേട്ടമാണ്, ആഗ്രഹമാണ്. പാസ്റ്ററലിസം എന്നത് കവിതയിലും നാടകത്തിലും സിനിമയിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു മോട്ടീഫാണ് എന്നതും കാണാൻ കഴിയും. ഇനി ഖുർആൻ എന്തുകൊണ്ട് ഇത് പ്രത്യേകം പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാല്, ഖുർആൻ അവതരിക്കുന്നത് അറബി ഭാഷയിലാണ്. അറേബ്യയില് മക്കയിലൊക്കെയുള്ള ആളുകള്, ചുറ്റുപാടുമൊക്കെയുള്ള ആളുകൾക്ക് അവരാണ് ഖുർആന്റെ ആദ്യത്തെ അഭിസംബോധിതരായ സമൂഹം. അവരെ ആകർഷിക്കുക എന്നത് തീർച്ചയായിട്ടും അതിന്റെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണല്ലോ. അതിൽ സംശയമൊന്നുമില്ല. അത് പറയുന്ന ആള് അത് ഒരു ലേശം സെൻസിബിൾ ആയ ആളാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഉൾക്കൊള്ളാനും കേൾക്കുന്ന ആളുടെ അയാളുടെ മനസ്സിന് ആകർഷണമാകാനും ഒക്കെ കഴിയുന്ന വിധത്തിലാണ് സംസാരിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ. ഏതോ കാലത്ത് എപ്പോഴോ എവിടെയോ ഉള്ള ആളുകള് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവരോട് പറഞ്ഞു വെക്കുകയല്ല ചെയ്യുക. പക്ഷെ ഖുർആന്റെ ഒരു മിറക്കിൾ എന്ന് പറയുന്നത് അതിന് യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ട് എന്നതാണ്. ആ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വലിയ കൗതുകവും താല്പര്യവും ഒക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രതിഭാസങ്ങളാണ് പരാമർശിക്കപ്പെടുന്നത്. അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ശരിയാണ്. അതിന്റെ കാരണം ഖുർആന്റെ ഇമ്മീഡിയറ്റ് അഡ്രസ്സീസ് ഈ മരുഭൂവാസികളായിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് വരുന്നപ്പോ കേരളത്തിലെ മലബാറിലൊക്കെ ഉള്ള ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? നമുക്കറിയാലോ, അത് മക്കയിലെ അല്ലെങ്കിൽ ചുറ്റുപാടുമൊക്കെയുള്ള മരുഭൂവാസികളായ ആളുകളാണ് ഈ ഖുർആന്റെ വചനങ്ങൾ ആദ്യം കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ശൈലിയും ഒരു ഇമേജസും ഒക്കെയാണ് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നതില് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. കാരണം ചരിത്രബോധമില്ലാതെ ആരും ഒന്നും വായിക്കൂല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതില് അനാകർഷകമായിട്ട് യാതൊന്നുമില്ല. നമുക്ക് പോലും ഈ മുന്തിരിത്തോട്ടങ്ങളും അതുപോലെ അവയ്ക്ക് ചുറ്റുമായിട്ട് വേലി കെട്ടിയ പോലെ ഈത്തപ്പന വൃക്ഷങ്ങളും ഒക്കെയുള്ള ഒരു ഇവിടെ വിവരിക്കപ്പെടുന്ന ഒരു സമൃദ്ധിയുടെ ഒരു തോട്ടം എന്ന് പറയുന്നത് നമുക്ക് പോലും വളരെ ആകർഷകമാണ്. അറേബ്യയിൽ ഞാൻ ഒരു 10-12 വർഷം താമസിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ആ തോട്ടങ്ങളിൽ പോയിട്ടുണ്ട്. ഇത്തരം മുന്തിരി വള്ളികളുടെ മുന്തിരിത്തോട്ടങ്ങള്, അതിന്റെ സമൃദ്ധിയുടെ ഒക്കെ സംഗതികൾ, അതുപോലെ ഓറഞ്ച് തോട്ടങ്ങളും ഒക്കെ അറേബ്യയിലെ പല സ്ഥലങ്ങളിലും കാണാനൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ അത് നമുക്ക് പോലും വളരെ ഹൃദയഹാരിയായ ഒരു അനുഭവം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഖുർആൻ അഡ്രസ് ചെയ്യുന്നത്
ആ സമൂഹത്തെ ആയതുകൊണ്ട് അതിന് പറ്റിയ ചില സംഗതികളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് നേരാണ്, ശരിയാണ്. ഒരുപക്ഷെ കേരളത്തിലായിരുന്നു ഖുർആൻ അവതരിച്ചിരുന്നതെങ്കിൽ ഇവിടെ പരാമർശിക്കുക തെങ്ങും തോപ്പുകളെ കുറിച്ചൊക്കെ ആയിരിക്കും. അത് അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദം ആണല്ലോ ഇത്. അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ ഓഡിയൻസ് ആരാണോ അവരെയാണ് ഇത് പ്രൈമറിലി അഡ്രസ് ചെയ്യുന്നത് എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അത് കോമൺ സെൻസിന്റെ ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ഓസ്ട്രേലിയയിലോ കാനഡയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ വിദൂരമായ ഏതെങ്കിലും പ്രദേശത്തൊക്കെയുള്ള ആളുകളാണ് ഇതിന്റെ പ്രൈമറി അഡ്രസ്സീസ് ആയിരുന്നതെങ്കിൽ ഇങ്ങനെ ആവില്ല ഉണ്ടാവുക. അത് ഇതൊരു ബോധമുള്ള ഒരാളെന്ന് പറഞ്ഞൂടല്ലോ, പടച്ച തമ്പുരാന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ അത്. അതുകൊണ്ട് ഏറ്റവും മികവുണ്ടാവുന്ന ഒരു രീതിയാണല്ലോ അതിനുണ്ടാവുക. അപ്പോ രണ്ടാമത്തെ ചോദ്യം, പ്രവാചകൻ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായ സന്ദർഭങ്ങൾ ഖുർആനിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് അങ്ങനെ ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സംഗതി നമുക്ക് ഏറെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലോ ഒന്നും തന്നെ അത്തരം സംഗതികൾ ഏറെ വരുന്നില്ല. അദ്ദേഹത്തിന്റെ അതിലുള്ള അജ്ഞത പലപ്പോഴും അദ്ദേഹം കർഷകരുമായി പങ്കുവെച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയുക, നിങ്ങളാണ് അത് കൂടുതൽ അറിയുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇപ്പോ ഈത്തപ്പനയുടെ പരാഗണം സംബന്ധമായ മനുഷ്യന്റെ ഇടപെടലുകള് ഒക്കെ സംബന്ധമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ഒരു സംസാരം നടത്തിയതും കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യം ഒരു ആട്ടിടയനായിട്ടും അദ്ദേഹത്തിന്റെ യൗവനവും ഒരു മുതിർന്ന ഒരാളായി ജീവിച്ച കാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറ്റേ കച്ചവട സംരംഭങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്ന ആളും ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നബുവത്ത് ലഭിക്കുന്ന 40-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏർപ്പെടാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിന്നീട് കച്ചവടം ചെയ്തോ അല്ലെങ്കിൽ ആടിനെ മേച്ചോ ഒന്നും അല്ല പിന്നീട് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് അത് അള്ളാഹു വേറെ ചില സംവിധാനങ്ങൾ ചെയ്ത് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും സമയം കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം അതിന് ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസത്തെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാല് ആ ഒരു ദിവസത്തില് നമുക്കൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും ഏറെ കാര്യങ്ങള് ഒരൊറ്റ ദിവസത്തിനകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തീർത്തിരുന്നതായി ഹദീസുകളിലെ സൂചനകൾ വെച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്ര സ്രോതസ്സുകളിൽ നിന്നൊന്നും കാണാൻ കഴിയില്ല. ഖുർആനിലും അങ്ങനെയുള്ള പരാമർശങ്ങൾ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പിന്നെ മറ്റൊരു ചോദ്യം, അള്ളാഹുവിനോട് അനിഷ്ടം കാണിക്കുന്നവർക്ക് അള്ളാഹു നൽകും എന്ന് പറയപ്പെടുന്ന അതുപോലെ അവസ്ഥ പോലെ അവസാന കാലത്ത് പ്രവാചകൻ ദുർബലനും രോഗാതുരനും നിസ്സഹായനുമായതിന് എന്താണ് കാരണമായി കാണാൻ കഴിയുക എന്നാണ് ഒരു ചോദ്യം. അപ്പോ ഇദ്ദേഹം സൂചിപ്പിച്ചത് ഇവിടെ ലാലിമുല്ലി നഫ്സായി മാറിയ ആളുടെ കാര്യത്തിൽ നേരത്തെ ഖുർആൻ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വിവരിക്കുകയുണ്ടായി. അവർക്കായി ഒരുക്കപ്പെട്ട നരകത്തെ കുറിച്ച്. ആത്മദ്രോഹം ചെയ്ത് തന്റെ റബ്ബിനെ തിരിച്ചറിയാൻ കൂട്ടാക്കാതെ അവന് വിധേയപ്പെടാതെ ലാലിമായിട്ട് അക്രമിയായിട്ട് ജീവിച്ച് മരിച്ചു പോയ ഒരാള്, അയാള് നരകത്തിന്റെ സുറാദിഖ് അയാളെ വലയം ചെയ്തിട്ടുണ്ടാകും. അയാള് ദാഹിച്ച് വലഞ്ഞ് കുടിക്കാനുള്ള വെള്ളം ചോദിച്ച് കരഞ്ഞാല് കിട്ടുന്നത് മുഹലായിരിക്കും, അത് മുഖത്തെ കരിച്ചു കളയുന്ന വിധത്തിലുള്ളതാണ് എന്നൊക്കെയുള്ള വിധത്തിലുള്ള പരാമർശങ്ങളാണ് ഈ പശ്ചാത്തലം. അപ്പോ ഇങ്ങനെയുള്ള സംഗതികള് അള്ളാഹുവിനോട് അനിഷ്ടം കാണിക്കുന്നവർക്ക് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ കൊടുക്കും എന്ന് ആണ് ഇദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തില് ഇത് ഇങ്ങനെയല്ല. അത് അള്ളാഹുവിനോട് അനിഷ്ടം കാണിക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. തനിക്കൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിന് വഴിപ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന കാര്യം
ഉൾക്കൊള്ളാതിരിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചിട്ട് അവനെ അംഗീകരിക്കാതിരിക്കുന്നത് ഇബ്ലീസ് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരു തരം അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം അസ്തിത്വത്തെ സ്വന്തം സ്വത്വത്തിന് ഉത്തരവാദിയായിട്ട് അതിന്റെ സൃഷ്ടാവായിട്ട് ഒരു റബ്ബുണ്ട് എന്ന കാര്യം ഉൾക്കൊള്ളുകയോ തിരിച്ചറിയുകയോ ഒന്നും ചെയ്യാത്ത വിധത്തിലുള്ള നിലപാട്. എന്തായാലും ഇതില് അങ്ങനെ അള്ളാഹുവിനോട് അനിഷ്ടം കാണിക്കുന്നവർക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാത്ത അള്ളാഹുവിനെ വഴിപ്പെടാത്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന നരകശിക്ഷ എന്ന് അതിന് ചുരുക്കി പറഞ്ഞു കാണാം നമുക്ക്. അപ്പോ ഇതുപോലെയുള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് വസ്തുതാപരമല്ല അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഈ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ മനുഷ്യരാശിയുടെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യവാനായി ജീവിച്ചിരുന്ന ആളാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ വളരെ ചുരുങ്ങിയ ഒരു സമയം മുമ്പാണ് അദ്ദേഹം ഒരു പനി ബാധിച്ചവനാവുന്നതും അതുപോലെ പള്ളിയിലേക്ക് നടന്നു പോകാനും പ്രയാസമുള്ള അവസ്ഥയിലൊക്കെ ആവുന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരു ഭീകരമായ ഒരു രോഗാവസ്ഥയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. സ്വബോധം ഒരിക്കലും നഷ്ടപ്പെടുകയുണ്ടായിട്ടില്ല. ബോധം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു നോർമൽ അല്ലാത്ത മാനസികാവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. അപ്പോ വളരെ നിസ്സഹായനായി ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടുമുള്ള മരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഒരാള് നീങ്ങുമ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് എല്ലാവരും കടന്നു പോവുക. അങ്ങനെ എല്ലാവർക്കും അറിയല്ല. നമുക്ക് അതിന്റെ മുമ്പും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാര് ഭൂമുഖത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു, ദൗത്യം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവര് പ്രയാസങ്ങൾ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് ദൈവിക ശിക്ഷയാണോ അല്ലേ എന്നതാണ് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം. ഞാൻ വസ്തുതാപരമായ ഒരു പിശക് തിരുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിനോടനുബന്ധിച്ചുള്ള കുറഞ്ഞ ദിവസങ്ങളുടെ രോഗബാധ ഉണ്ടായി എന്നതല്ലാതെ അത് മരണകാരണമായ രോഗം എന്നാണ് നമ്മളുടെ സ്രോതസ്സുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലാത്ത ഒരു ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു രോഗം എന്നുള്ള വിധത്തിലുള്ള രോഗമായിരുന്നില്ല. മരണകാരണമാവുന്ന ഒരു രോഗാവസ്ഥ, അത്രയേ ഉള്ളൂ. അത് ഏതാനും ദിവസങ്ങളുടെ, അതാണ് വസ്തുത. അല്ലാത്ത ഒരു 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 രോഗവും ഒരു പരീക്ഷണം ആകുന്ന വിധത്തിലുള്ള രോഗമോ അവസ്ഥയോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ ഈ രണ്ടാമത്തെ കാര്യം, ഈ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഭൗതിക ലോകത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല. നേരത്തെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തവർക്ക് അള്ളാഹു ശിക്ഷ നൽകുന്നു എന്ന് നിങ്ങൾ സൂചിപ്പിച്ച കാര്യത്തിന്റെ അടങ്ങിയിട്ടുള്ള ഇംപ്ലിക്കേഷൻ. മരണാനന്തരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്ത് അവർക്ക് രക്ഷാ ശിക്ഷകള് തീരുമാനിക്കപ്പെടുന്ന ഒരു വിചാരണയുടെ വേള വരാനിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് സൗഭാഗ്യവാന്മാരായ ആളുകൾക്ക് സ്വർഗലബ്ധിയും ദൗർഭാഗ്യവാന്മാരായ ആളുകൾക്ക് നരകലബ്ധിയുമാണെന്നുള്ളത്. അതിന് കാരണങ്ങളും മാനദണ്ഡവും ഒക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ളുൽമ ചെയ്തുകൊണ്ട്, സ്വന്തത്തോട് ളുൽമ ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾ തീർച്ചയായിട്ടും നരകത്തിന് അർഹരായി മാറുന്നു എന്നതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ആ ഒരു സംഗതിയും ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു താരതമ്യം പോലും പറ്റാത്ത ഒരു വിഷയമാണ്. ഭൂമിയിൽ പല കാരണങ്ങളാലും മനുഷ്യര് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അത് പക്ഷേ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സഹനം അള്ളാഹു പരീക്ഷിക്കും, സബർ പരീക്ഷിക്കും, അതുപോലെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പലതും ഉണ്ട്. അല്ലാതെ ഒരു ശിക്ഷ എന്നുള്ള നിലക്കുള്ള ഒരു പ്രയാസപ്പെടുത്തലല്ല പ്രവാചകന്മാര് ഭൂമുഖത്ത് അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈസാ അലൈഹി ഇസ്ലാം കുരിശിലേറ്റപ്പെടാൻ വേണ്ടി കൊണ്ടുപോയ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ, കുരിശിലേറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികളൊക്കെ ഇന്ന്. ഖുർആനാണ് അത് തിരുത്തുന്നത്. അത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ഈസാ അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പ് ലോകത്ത്
അള്ളാഹുവിന്റെ മാർഗത്തിലെ ദൗത്യം നിർവഹിച്ചിരുന്ന യഹിയ അലൈഹിസ്ലാം എന്ന പ്രവാചകൻ. ക്രൈസ്തവർ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ പരാമർശിക്കാറുള്ളത്. ശത്രുക്കളുടെ കരങ്ങളാൽ ഈർച്ചവാളുകൊണ്ട് ഈർന്ന് കൊല്ലപ്പെട്ടതാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ പ്രവാചകന്മാർക്ക് പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഭൂമുഖത്തെ കേവലമായ താൽക്കാലികമായ അനുഭവം മാത്രമാണ്. അതല്ല അനന്തമായി ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന നരകം എന്ന് പറയുന്നത്. ഇത് ഭൂമുഖത്ത് അള്ളാഹുവിന്റെ വിധി നിശ്ചയങ്ങളുടെ ഭാഗമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവും. ചിലർക്ക് സുഭിക്ഷതയും സുഖക്ഷേമവുമായ അവസ്ഥയാണെങ്കിൽ വേറെ ചിലർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നേരിടേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് ഭൂമുഖത്തെ ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല അത് ശിക്ഷയാണോ രക്ഷയാണോ എന്നൊന്നും നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടും അള്ളാഹു ചിലർക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിശ്ചയിച്ചതിന്റെ ഫലമായി അവർക്ക് രക്തസാക്ഷ്യമോ അതുപോലെയുള്ള ഉയർച്ചയോ മഹത്വമോ ഒക്കെ നൽകാൻ തീരുമാനിച്ചത് കൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാകും. അത് ഈ ശിക്ഷ എന്ന് പറയുന്നത് പാരത്രിക ലോകത്തെ നരകവാസം വേണ്ടി വരുന്ന സംഗതിയെ പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോ വേറെ ഒന്ന്, പിന്നീട് പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വലിയ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. അള്ളാഹുവിന്റെ മാർഗം, അള്ളാഹുവിന്റെ ദീനിന്റെ ശരണി തെരഞ്ഞെടുത്ത ആളുകള് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തില് പെട്ട ആളുകളായാലും അല്ലാത്തവരായാലും പല വിധത്തിലുള്ള പ്രാതികൂല്യങ്ങളെയും പരീക്ഷണങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരും. അത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ, പല നബ്ലുവന്നക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ദീർഘമായ ഒരു ആയത്ത്, നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നെ അവിടെ കൊടുക്കുന്ന കാണാൻ കഴിയും. ഈ വക രോഗം, പ്രാതികൂല്യം, വിഭവ ശൂന്യത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നക്സുമിനൽ അംവാലി വൽ അൻഫുസ് എന്നൊക്കെയുള്ള സൂചിപ്പിച്ചുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഖുർആൻ പറയുന്നത് കാണാം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ പിൻഗാമികളായ ചില ആളുകൾക്ക്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചിലർക്ക് വളരെ കടുത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വിലയിരുത്തേണ്ടത് അവർക്ക് അള്ളാഹു വലിയ മഹത്വം നിശ്ചയിച്ചത് കൊണ്ട് അവർക്ക് അത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും അതിന് അള്ളാഹു അവർക്ക് വലിയ ഉയർന്ന പദവി ആഖിറത്തിൽ നൽകാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. മനുഷ്യരുടെ ഇടയിലുള്ള ഈ സത്യത്തിനും സത്യവിരുദ്ധമായ സംഗതികൾക്കുമായിട്ടുള്ള ചേരിതിരിവ് ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോടെ അവസാനിച്ചു എന്ന് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും അസത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുമായിട്ട് മനുഷ്യരെങ്ങനെ നിരന്തരം ചേരി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ തലമുറ എല്ലാവരും ഒത്തുചേർന്ന് മക്ക വിജയം സംഭവിച്ചു. വലിയ വലിയ സംഘങ്ങള് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വന്നു ചേർന്നു. ഇതൊക്കെ ഉണ്ടായതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറെ ആളുകള് ഇതേ വേഗതയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ വേഗതയിൽ അള്ളാഹുവിന്റെ ദീനെ വിട്ടുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും അതിനെ നേരിടാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയൊക്കെ ഉണ്ടായത് നമ്മൾ കാണുന്നത്. അപ്പൊ അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണത്തിന്റെ തന്നെ ഭാഗമാണ്. ഒരിക്കലത് അരക്കിട്ട് ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നീട് അതിൽ യാതൊരു പരീക്ഷണം ഉണ്ടാവില്ല, ഇളക്കം ഉണ്ടാവില്ല. എല്ലാവരും നിരന്തരമായി തുടർച്ചയായി അന്ത്യകാലം വരെ അതേ പാതയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരും എന്നല്ല. അങ്ങനെയാവുമ്പോ അതിലൊരു പരീക്ഷണവും അടങ്ങുന്നില്ല. പിൻതലമുറകളുടെ ഈമാൻ പരീക്ഷിക്കാനുള്ള സാഹചര്യമോ അവസരമോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ തന്നെ സാഹചര്യം നോക്കൂ. 100 വർഷം മുസ്ലിം ഭരണാധികാരികൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഭൂപ്രദേശമാണിത്. ഇന്ന് പക്ഷേ മുസ്ലിങ്ങള് എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് ഇവിടെ പല നിലക്കും ഉള്ളത് എന്നത് നമുക്ക് അവരുടെ ഒരു 400-500 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നിർമ്മിക്കപ്പെട്ടിരുന്ന ആരാധനാലയങ്ങൾ പോലും വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒക്കെ സാഹചര്യം മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. പശുവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടും
അല്ലെങ്കിൽ ആ മാടുകളുടെ മാംസം കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തല്ലിക്കൊല്ലപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ സാഹചര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ച വിധത്തില് മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലത് ഹക്ക് സ്ഥാപിതമായി കഴിഞ്ഞാൽ അതെല്ലാ കാലത്തും ആ വിധത്തിൽ എങ്ങനെ നിലനിൽക്കും എന്ന യാതൊരു അഷുറൻസും അള്ളാഹു നൽകിയിട്ടില്ല. അത് മനുഷ്യന്റെ പരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് ഈ ഭൂമുഖത്തെ ജീവിതം തന്നെ. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥകളിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ അവസ്ഥയിലും നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഏത് പക്ഷത്ത് നിലകൊള്ളുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.